എനിക്കും വേണം ഖാദി എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് കേരളം മുഴുവൻ ഖാദിയുടെ ഓണമേള ആരംഭിച്ചു. കൂത്താട്ടുകുളം ഗ്രാമസൗഭാഗ്യയിൽ നടന്ന ഓണം മേളയുടെ ഉദ്ഘാടനം അനൂപ് ജേക്കബ് MLA നിർവഹിച്ചു. സംസ്ഥാന ഖാദി ബോർഡ് മെമ്പർ K. ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ഇവിടെ പ്രിയപ്പെട്ട ചന്ദ്രശേഖരൻ ചേട്ടൻ വളരെ വിശദമായി തന്നെ ഇവിടെ കാര്യങ്ങൾ പ്രതിപാദിച്ചു. നമ്മൾ ഈ സംരംഭം ആരംഭിച്ചതിന് ശേഷം ഇത് 3ാമത്തെ ഓണമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഞാനടക്കം നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഖാദി ഉൽപ്പന്നങ്ങളുടെയും പ്രോത്സാഹനം, അതിന് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാവേണ്ടതിൻ്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ഒരു പരിപാടിക്ക് ലളിതമായൊരു ചടങ്ങാണ്. പക്ഷേ ഈ ചടങ്ങ് ചെയ്യുമ്പോൾ ഖാദി എന്ന പ്രസ്ഥാനത്തെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാവുക എന്നതാണ്. ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു അനേകരുടെ അധ്വാനം ഉണ്ട് എന്ന് നമുക്കറിയാം. ഖാദി മേഖല പലതരത്തിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്, കാലങ്ങളായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. അവരുടെ സാമ്പത്തികമായുള്ള വിഷയങ്ങൾ, അവരുടെ ബോണസോ, അങ്ങനെ അനവധി കാര്യങ്ങൾ ഇതുമായി ചേർത്ത് പറയാൻ കഴിയുന്ന അനവധി കാര്യങ്ങൾ. പക്ഷെ ഇതുപോലെയുള്ള വിപണന മേഖലകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇതിന് കൂടുതൽ വിപണി ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയുക എന്നതാണ്. അപ്പം അതിന് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഉത്സവകാലങ്ങൾ, പ്രത്യേകിച്ച് ഓണം, വിഷു, ക്രിസ്മസ് പോലെയുള്ള സംരംഭങ്ങളിൽ നമുക്കതിന് കൂടുതൽ വേദികൾ നമുക്ക് ഒരുക്കാൻ കഴിയും. ജില്ലാ കേന്ദ്രത്തിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇങ്ങനെ വിപണനമേള ഉണ്ട്. ഇത് വളരെ ശക്തമായി തന്നെയാണ് പോകുന്നത്. ഇവിടെ എറണാകുളത്ത് അത് ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളത്തൊക്കെ ആരംഭിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളും നടത്തും. പക്ഷെ പിന്നീട് ഇങ്ങനെ ഉപകേന്ദ്രങ്ങളിൽ നടത്തുന്നതിനാണ് കുറച്ചുകൂടെ മാർക്കറ്റിംഗ് എടുക്കാൻ കഴിയുന്നുണ്ട്. എറണാകുളത്ത് പോയി എത്ര പേര് വാങ്ങും എന്നുള്ളത് നമുക്കറിയാം. സിറ്റി കേന്ദ്രീകരിച്ച് വരുന്നവരും മറ്റാവശ്യങ്ങൾക്ക് പോകുന്നവരും അവിടെ വരും. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ, ഇപ്പോൾ മൂവാറ്റുപുഴയാണോ കൂത്താട്ടുകുളത്തോ പിറവത്തോ ഒക്കെ വരുമ്പോൾ, അതല്ല ഇപ്പോൾ തൊട്ടടുത്ത കുറലങ്ങാടോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ അവിടെയുള്ള ലോക്കൽ പർച്ചേസ് കൂടുതൽ വരും. അതിന് സമീപ പ്രദേശങ്ങളുള്ളവർ വരും. താല്പര്യമുള്ളവർക്ക് നല്ല പ്രൊഡക്റ്റുകൾ കിട്ടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിപണന മേളകൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുക എന്ന ആവശ്യമാണ്. അത് എല്ലാ ഏജൻസികളും, പിന്നെ അൻഡുമിന് മാത്രമല്ല, ഇപ്പോൾ സപ്ലൈകോ ആണെങ്കിലും വേറെ സഹകരണ വകുപ്പിന്റെ ത്രിവേണികളാണെങ്കിലും ഒക്കെ ഓണക്കാലത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ വികേന്ദ്രീകൃതമായി നമുക്ക് താഴെ തട്ടിലേക്ക് എത്തിക്കുക എന്നത് ആവശ്യമായ ഒന്നാണ്. ആ ഒരു അർത്ഥത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു ചടങ്ങ് വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ വിജയങ്ങളെ ഞാൻ ആശംസിക്കുകയാണ്. ഒപ്പം ചടങ്ങിൽ സിനിമ മിമിക്രി ആർട്ടിസ്റ്റ് ബിൽബിൻ ഗിന്നസിനെ ആദരിച്ചു. ഗ്രാമസൗഭാഗ്യയ്ക്ക് വേണ്ടി പരസ്യം റീൽ ചെയ്ത ബിജു പൈക്കാടൻ, പ്രസ് ക്ലബ് സെക്രട്ടറി സുനീഷ് മണ്ണത്തൂർ എന്നിവരെ ഒഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ആദരിച്ചു. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ സംസാരിച്ചു. പ്രൊജക്ട് ഓഫീസർ ഷിഹാബുദ്ദീൻ സ്വാഗതവും ഭവൻസ് മാനേജർ ഡിജി തോമസ് നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് സഹായം ചെയ്യുന്ന പ്രിയപ്പെട്ട ഒഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജു ജോൺ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിക്കുന്ന നിങ്ങളെല്ലാം ഖാദി ബോർഡിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ മുദ്രാവാക്യം എനിക്കും വേണം ഖാദി എന്നാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം. അന്നത്തെ മുദ്രാവാക്യം ഖാദി പഴയ ഖാദിയല്ല. ആ മുദ്രാവാക്യം ഞങ്ങൾ മാറ്റി. ഖാദിയുടെ എല്ലാ പരിപാലനയും പരിശുദ്ധിയും നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ തലമുറയെ ഖാദിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി പുതിയ പുത്തൻ പത്ര സംസ്കാരം നമ്മൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. മറ്റൊന്ന്, എനിക്കും വേണം ഖാദി. ജനങ്ങൾ പറയാണ് എനിക്കും വേണം. അങ്ങനെ എനിക്കും വേണം ഖാദി എന്ന് പറയുന്ന മനോഹരമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് 100 കോടി രൂപയാണ് ഈ ഓണ സമയത്ത് വിറ്റുവരവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ 100 കോടി രൂപ ഞങ്ങൾക്ക് വിറ്റുവരവ് കിട്ടുകയാണെങ്കിൽ ഖാദി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിന് ഒത്തിരി മുന്നൊരുക്കങ്ങൾ ഖാദി ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ സാമുദായിക നേതാക്കന്മാരെയും സർവീസ് സംഘടനാ നേതാക്കന്മാരെയും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ സമിതികൾ, അനൂപിനെ പോലുള്ള ജനപ്രതിനിധികൾ എല്ലാവരെയും ഞങ്ങൾ അങ്ങേറ്റം ഈ കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരെല്ലാം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഖാദി എന്ന് പറയുന്ന പലരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു ധാരണ മാറ്റിയിരിക്കുന്നു. ഖാദി മത്സരിക്കുന്ന ആരോടാണ്? വൻകിട വ്യാപാര വ്യവസായികളോടാണ്, വസ്ത്ര വ്യാപാരികളോടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓൺലൈൻ ബിസിനസ്സായി ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നത്. ഖാദിയും ഓൺലൈൻ ബിസിനസ് ആരംഭിച്ചിരിക്കുന്നു. മാത്രവുമല്ല,
നമ്മളൊരു ഗ്രൂപ്പ് സംവിധാനം ഖാദിയുടെ എല്ലാ ഗ്രൂപ്പുകളിലും, അങ്ങനെ ജീവനക്കാരുടെ ഗ്രൂപ്പുകളിൽ, കുടുംബ ഗ്രൂപ്പുകളിൽ, അതുപോലെ തന്നെ വാട്സപ്പിൽ ഇവിടെ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെല്ലാം എനിക്കും വേണം ഖാദി എന്നുള്ള ആ പുതിയ മുദ്രാവാക്യം ഉയർത്തുകയും ഖാദിയെ സംരക്ഷിക്കുകയും ചെയ്യണം.